വെൽക്കം ബാക്ക്. എല്ലാവരും ഈ കൊറോണ കാലത്ത് സേഫായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നോസ് കോണ്ടൂറിങ് ഒരു നാച്ചുറൽ ലുക്കിൽ പൗഡർ കോണ്ടൂർ യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഓയിലി സ്കിന്നുള്ളവർ പൗഡർ കോണ്ടൂർ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലതെന്നാണ് എൻ്റെ ഒരു ചെറിയ സജഷൻ. ക്രീം കോണ്ടൂറാണ് കൂടുതൽ നല്ല റിസൾട്ട് തരുന്നത് എങ്കിൽ കൂടി പോലും ഞാൻ എപ്പോഴും ക്രീം കോണ്ടൂർ യൂസ് ചെയ്യാറുള്ളൂ. ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാറ്റഗറിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. ഓൾസോ ഞാൻ ക്രീം കോണ്ടൂർ വെച്ച് കുറച്ചുകൂടി ഡെപ്തിൽ കുറച്ചുകൂടി നല്ല രീതിയിലൊരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണെന്നുള്ളതും ഞാൻ പിന്നെ കാണിക്കാം. ഇതിപ്പോൾ ഒരു നാച്ചുറൽ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാണ് നോക്കുന്നത്, ഹൈലൈറ്റർ ഒഴികെ. ഈ സ്കൾപ്റ്റിംഗ് പ്രോസസ്സ് ബിഗിനർ ഫ്രണ്ട്ലി ആക്കാനായിട്ട് ഞാൻ 4 കാറ്റഗറിയായി ബ്രേക്ക് ഡൗൺ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇൻ കേസ് മേക്കപ്പ് സ്റ്റാർട്ടേഴ്സായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കത് എളുപ്പത്തിന് വേണ്ടിയിട്ട്. ആദ്യം നമുക്ക് പൗഡർ ഇട്ട് തുടങ്ങാം. നമ്മളിന്നിവിടെ ഭയങ്കര നാച്ചുറലായി തോന്നുന്ന ഒരു നോസ് കോണ്ടൂറിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് അത് ഒത്തിരി ടൈറ്റ് ചെയ്ത് സ്നാച്ച് ചെയ്ത് സൂപ്പർ ടൈനി ആയിട്ട് അങ്ങനത്തെ ഒരു നോസ് ട്രാൻസ്ഫോർമേഷൻ അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് നാട്ടിലൊക്കെ ഇങ്ങനെ വരച്ചുകൊണ്ട് പോകുമ്പോഴും 2 വര വരച്ചതുപോലെ ഇരിക്കാണ്ട് വളരെയധികം നല്ല ബ്ലെൻഡായി നല്ല നോർമലായിട്ട് തോന്നുന്ന രീതിയിൽ. പിന്നെ ഇത് നിങ്ങളുടെ കൈയിൻ്റെ വരപ്പനുസരിച്ചിരിക്കും ഇത് കൂട്ടുന്നതും കുറയ്ക്കുന്നതും അല്ല. സോ അത് നിങ്ങളുടെ ഓപ്ഷനാണത്. അതേപോലെ ഐബ്രോസിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് ടിപ്പ് വരെ ഞാൻ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക മാത്രമല്ല 2 സൈഡിൻ്റെ 1 ലെവൽ ഡൗൺ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രൗൺ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരിക്കും. പലപ്പോഴും കണ്ണിൻ്റെ ഈ 2 വശങ്ങളിൽ അവർ കറുപ്പ് കൊടുക്കുന്ന ഇല്യൂഷൻ വരുത്തുന്നത് മൂക്കിനൊരു ഷാർപ്നെസ് തോന്നാൻ വേണ്ടിയിട്ടാണ്. സോ സെയിം തിങ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നു. ഷോർട്ടൻ ദ ലെങ്ത്. മൂക്കിനിങ്ങനെ 2 വര വരച്ചിട്ട് ഒത്തിരി ഇങ്ങനെ നീണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് ഈ താഴത്തെ ടിപ്പിൻ്റെ അടിവശത്ത് നിന്ന് ഞാൻ ചെയ്യുന്ന പോലെ 2 സൈഡിലും നടുക്കും ബ്രൗൺ കളർ ഇങ്ങനെ തേച്ച് കൊടുക്കാം എന്നുള്ളതാണ്. നിങ്ങൾ ഈ ചെയ്യുന്ന പെർട്ടിക്കുലർ തിങ് നോസിനെ ഷാർപ്പാക്കി എടുക്കുന്നതല്ല, ഇങ്ങനത്തെ ചില ട്രിക്സൊക്കെയാണ് അങ്ങനെ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ചെറുതായിട്ടെങ്കിലും ഒരു മാറ്റം നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ. ഓക്കെ, നമ്മൾ അങ്ങനെ മൂക്ക് പണിതുകൊണ്ടിരിക്കുന്നതിൻ്റെ 3ാമത്തെ സ്റ്റെപ്പിലെത്തി. ദാറ്റ്സ് റീഡിഫൈൻ ആൻഡ് സ്കൾപ്റ്റ്. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് പൗഡർ ഇട്ട് ബേക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കോണ്ടൂർ ഇടാത്ത 3 സ്ഥലങ്ങളില്ല, അതായത് 2 സൈഡ് മൂക്കിൻ്റെ 2 സൈഡിലും നടുക്കും ബേക്ക് ചെയ്യാണ്. ബട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രൈ സ്കിന്നുള്ളവർ ഒരുപാട് അങ്ങനെ ചെയ്യരുത് കേട്ടോ. അത് ഭയങ്കര ഇങ്ങനെ കുരുകുരായിരിക്കുന്ന പോലെ തോന്നും. അതുകൊണ്ട് ഒരുപാടിട്ട് അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ഇനി നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ സ്റ്റെപ്പുകളും കാട്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതെല്ലാം നല്ലോണം ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ ഇത്രയും നേരത്തെ ആർട്ട് വർക്ക് പണികൾ ബ്ലെൻഡ് ചെയ്ത് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഹൈലൈറ്റർ ഇടാൻ മറന്നുകൊണ്ടാ. ഹൈലൈറ്റർ ഇടാണ്ട് എന്ത് മൂക്കല്ലേ ഹൈലൈറ്റർ ഇടാണ്ട്. ഹൈലൈറ്റ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നല്ല സ്ട്രെയിറ്റ് ലൈനായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. കാരണം ഷേപ്പ് മാറിയിരുന്ന മൂക്കിൻ്റെ ഷേപ്പ് തന്നെ ഇങ്ങനെ ബ്രിഡ്ജ് ഇങ്ങനെ ഷേപ്പ് മാറി ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ബാക്കിയും കൂടി ഞാൻ ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതേപോലത്തെ വീഡിയോസ് ഇനിയും കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഇടാൻ, ഒപ്പം നോട്ടിഫിക്കേഷൻ ബെല്ല് ഓണാക്കി ഇടുക, ഒരു വീഡിയോസ് മിസ്സാവാണ്ടിരിക്കാനായിട്ട്. കാണാപ്പാടം പഠിച്ചു വെച്ചിട്ട് ഇങ്ങനെ ആലോചിച്ച് പറയുമായിരുന്നു. ഓക്കെ, ബൈ.